എല്ലാവർക്കും ശരത്'S പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഫിറ്റ്നസ് ബാൻഡുകളുടെ ആ ഒരു സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ MIയും MI ബാൻഡും. സോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ടും സെല്ലായി പോകുന്നത് നമ്മുടെ MI ബാൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, MI ബാൻഡ് അത്രത്തോളം നല്ലതാണ്, അത്രത്തോളം ഡ്യൂറബിൾ ആണ്. പക്ഷേ ആക്ച്വലി കുറേ ആൾക്കാർക്ക് ആ ഒരു MI ബാൻഡിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം MI ബാൻഡ് നല്ലതാണെങ്കിൽ പോലും അതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ചെറിയൊരു ഫോം ഫാക്ടർ ആയതുകൊണ്ട് തന്നെ വളരെയധികം ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ MI ബാൻഡിൽ നോക്കിയാൽ നമുക്ക് GPS കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ തന്നെ കുറേ ഫീച്ചേഴ്സും ഇപ്പോൾ ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊന്നും തന്നെ MI ബാൻഡ് സീരീസിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റമർ ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം വെച്ച് ഇപ്പോൾ ഇന്ത്യയിൽ Xiaomi ഏറ്റവും പുതിയ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു വാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് നമ്മുടെ MI വാച്ച് Revolve. വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഫോം ഫാക്ടറാണ് നമ്മുടെ MI വാച്ച് റിവോൾവിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇതൊരു സ്മാർട്ട് വാച്ച് ആണ് എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. പക്ഷേ ആക്ച്വലി ഇതൊരു സ്മാർട്ട് വാച്ച് അല്ല, ഇത് വെറും ഒരു ഫിറ്റ്നസ് ബാൻഡാണ്. കുറച്ചുകൂടി വേറൊരു ടൈപ്പ് ഫോം ഫാക്ടറാണ് എന്ന് മാത്രമേ ഉള്ളൂ. അകത്ത് ബേസിക്കലി സാധാരണ ഒരു ഫിറ്റ്നസ് ബാൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു വാച്ചും ചെയ്യുന്നത്. MI ബാൻഡിനെ അത്ര പ്രീമിയം ആയിട്ട് തോന്നിക്കാത്തതിൻ്റെ കാര്യം അതിൻ്റെ ഒരു ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ MI വാച്ച് റിവോൾവിൽ അവരുടെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു മെറ്റൽ ഫ്രെയിമിലാണ്. അതുമാത്രമല്ല ഡിസൈൻ നോക്കിയാൽ കുറച്ചുകൂടി വലിയൊരു ഡിസ്പ്ലേ, ഒരു റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇത് ഏകദേശം 46 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഡയൽ സൈസ് വരുന്നത്. ഇനി ഈ ഒരു റൗണ്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ MI ബാൻഡ് 5ലെയും 4ലെയും പോലെ തന്നെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. MI ബാൻഡിൻ്റെ ഡിസ്പ്ലേ എത്രത്തോളം നല്ലതാണെങ്കിലും അതിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് വളരെയധികം സ്ക്രാച്ചുകൾക്ക് പ്രോണായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ചിൽ അവർ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ആംബിയൻ ലൈറ്റ് സെൻസറും കിട്ടുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. Mi ബാൻഡ് വളരെ ചീപ്പ് ആയിരുന്നെങ്കിൽ പോലും ആ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡീറ്റെയിൽസ് ആണ് തന്നിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ആ ഒരു ഹെൽത്തിന്റെ കാര്യത്തിൽ അവർ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കാണിച്ചിട്ടുണ്ട്. ഈ വാച്ചിൽ നമുക്ക് PPG ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. അതുമാത്രമല്ല ഈ വാച്ചിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബീറ്റ് എന്ന് പറയുന്ന വേൾഡിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡാറ്റ മോണിറ്ററിംഗ് സർവീസ് ആണ്. അവരുടെ ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റും അതിൻ്റെ ഒരു മോണിറ്ററിംഗ് ഡാറ്റ എല്ലാമാണ് കിട്ടുന്നത്. സോ 24/7 നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുമാത്രമല്ല ഈ വാച്ചിൽ നിങ്ങൾക്ക് VO2 മാക്സ്, അതായത് നമ്മുടെ ബ്ലഡ് ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബോഡിയിലെ എനർജി ലെവൽ എത്രയാണെന്നും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം മെഷർ ചെയ്ത് നമ്മുടെ സ്ട്രെസ് ലെവലും കാണിക്കാനായിട്ട് ഈ ഒരു വാച്ചിലൂടെ പറ്റും. ഇനി ഫിറ്റ്നസ് ബാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ വാച്ച് നിങ്ങൾക്ക് 10 സ്പോർട്സ് മോഡുകൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ ആക്സിലറേഷൻ സെൻസറും അതേപോലെ തന്നെ ഗൈറോസ്കോപ്പ് സെൻസറുമാണ്. ഇനി നമ്മുടെ MI ബാൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വാച്ചിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, MI ബാൻഡിൽ നമ്മളിപ്പോൾ പുറത്തെല്ലാം ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ GPS സഹായം നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് GPS നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് വാച്ച് നമ്മുടെ മൊബൈലായിട്ട് പെയർ ചെയ്തില്ലെങ്കിൽ പോലും വാച്ചിൽ നിന്നും ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് GPS സഹിതം നമുക്ക് ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ MI ബാൻഡ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു അപ്ഗ്രേഡ് ഈ ഒരു വാച്ചിൽ. ഇനി കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഈ വാച്ചിൽ നിങ്ങൾക്ക് Bluetooth 5.0 ലോ എനർജി വേർഷനാണ് കിട്ടുന്നത്. ലോ എനർജി വേർഷൻ ആയതുകൊണ്ട് ഈ വാച്ചിൽ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഏകദേശം 2 ആഴ്ചയോളം കിട്ടുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. എന്തായാലും 1 വീക്കിന് മുകളിൽ ഉറപ്പായും കിട്ടും. കാരണം ഇതിലെ ബാറ്ററി എന്ന് പറയുന്നത് 450 മില്ലി ആംപിയറിൻ്റെ കുറച്ച് വലിയൊരു ബാറ്ററിയാണ്. ഇനി 450 മില്ലി ആംപിയറിൻ്റെ ബാറ്ററി ആയതുകൊണ്ടും ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തതുകൊണ്ടും ഈ വാച്ച് ചാർജ് ചെയ്യാനായിട്ട് ഒരു 2-2.5 മണിക്കൂറോളം എടുക്കും. ഇനി ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ MI ബാൻഡുകൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രാപ്പിൽ നിന്നും MI ബാൻഡ് ഊരേണ്ടതായിട്ട് നമുക്ക് വരുന്നുണ്ടായി. അപ്പോൾ അത് ആക്ച്വലി സ്ട്രാപ്പ് പൊട്ടാനും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ഈ വാച്ചിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ചാർജിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ജസ്റ്റ് നമ്മുടെ വാച്ച് ആ ഒരു ചാർജറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോർട്ടും കാര്യങ്ങളൊക്കെ കണക്ട് ആയി ചാർജ് ആവുന്നതാണ്. ഇനി വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ വേർക്കുകയോ അതോ നമ്മൾ സ്വിമ്മിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ വാച്ച് കേടാവുമോ എന്നുള്ളൊരു സംശയം വേണ്ട. കാരണം ഇത് 5 അറ്റ്മോസ്ഫിയർ വരെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ 5 അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് 50 മീറ്റർ വരെയും വെള്ളത്തിനിടയിൽ 10 മിനിറ്റ് മുക്കി വെച്ചാലും യാതൊന്നും ഈ ഒരു വാച്ചിന് സംഭവിക്കില്ല. കളർ ഡിസ്പ്ലേ ആയതുകൊണ്ടും അതിലുപരി ഒരു വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ടും ഈ വാച്ചിൽ നിങ്ങൾക്ക് ഏകദേശം 100ൽ കൂടുതൽ വാച്ച് ഫേസുകളും ലഭ്യമാണ്. ഇനി വാച്ച് ഫേസ് നിങ്ങൾക്ക് മാച്ച് ചെയ്യാനായിട്ട് ഈ വാച്ച് നിങ്ങൾക്ക് 5 ഡിഫറെൻറ്റ് സ്ട്രാപ്പ് കളറുകളിലാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വൈഡ് റേഞ്ച് ഓഫ് കളർ സെലക്ഷനും ഉണ്ട്, വൈഡ് റേഞ്ച് ഓഫ് വാച്ച് ഫേസ് സെലക്ഷനും ഈ വാച്ചിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി MI ബാൻഡുകളിൽ കണ്ട പോലെ ഈ വാച്ചിൽ നിങ്ങൾക്ക് ഫൈൻഡ് മൈ ഫോണും നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാനും അതേപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനും കോൾ നോട്ടിഫിക്കേഷൻസ് വരാനും അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട്. ഇനി കോൾ നോട്ടിഫിക്കേഷൻസിൽ ആൾക്കാർക്ക് വരുന്ന ഒരു ചെറിയ സംശയം എന്ന് പറയുന്നത് നമുക്ക് കോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഈ വാച്ചിൽ നിങ്ങൾക്ക് മൈക്രോഫോണിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം. അപ്പോൾ കോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊരു സ്മാർട്ട് വാച്ച് ആണ് എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ
കോൾ നമുക്ക് റിജക്റ്റും മ്യൂട്ടും മാത്രം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്യുവർ ഫിറ്റ്നസ് ബാൻഡ് ആയിട്ട് മാത്രമേ ഈ വാച്ചിനെ കാണാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സ്മാർട്ട് ഫോണിൽ ഒരു ആപ്ലിക്കേഷന് സഹായം വേണം. അപ്പോൾ നമ്മുടെ ഷവോമിയുടെ തന്നെ വെയർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ iOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെയർ ലൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. സോ അതിൻ്റെ സഹായത്തോടെ മാത്രമേ ഈ എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം വർക്ക് ചെയ്യുള്ളൂ. ഇനി ഇതിൻ്റെ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ലോഞ്ചിങ് പ്രൈസ് 15,000 rupees ആണ്. പക്ഷേ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് അവർ 9,999 rupees ആണ് സെയിൽ ചെയ്യുന്നത്. പക്ഷേ 15,000 rupees ആണ് ഈ ഒരു വാച്ചിനെങ്കിൽ ഈ സെയിം പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഓപ്പോ വാച്ച് കിട്ടുന്നുണ്ട്. ഓപ്പോ വാച്ച് ആക്ച്വലി ഒരു സ്മാർട്ട് വാച്ച് ആണ്. അതിലുപരി നിങ്ങൾക്ക് കോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മുടെ ഓപ്പോ വാച്ച്. പക്ഷേ ഈ ഒരു 9,999 rupees ആയതുകൊണ്ട് വേറെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാൽ നമ്മൾക്ക് ഈ റേഞ്ചിൽ തന്നെ അമേസ്ഫിറ്റിൻ്റെ ഇഷ്ടം പോലെ വാച്ചുകളും കിട്ടുന്നുണ്ട്. ഈ സിമിലർ ഫംഗ്ഷനാലിറ്റീസും ഈ സെയിം ആപ്ലിക്കേഷൻസും എല്ലാം തന്നെയുള്ള അമേസ്ഫിറ്റിൻ്റെയും ഈ ഒരു വാച്ചുകളെല്ലാം ഈ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.